കിട്ടാത്തിടത്തോളം കിട്ടിയിരുന്നില്ല എങ്കിൽ അതൊരു ഒരു ഇഷ്യൂ ആക്കിയാണ് ജനങ്ങൾ. നമ്മളിപ്പോ ഓസ്കാർ അവാർഡല്ല നൊബേൽ സമ്മാനം കിട്ടിയാൽ തന്നെ നമ്മളൊക്കെ പച്ച മനുഷ്യരാണ് ഉള്ളില്. അപ്പൊ തീർച്ചയായിട്ടും സ്വന്തം സംസ്ഥാനത്ത് നിന്ന് താങ്കൾക്ക് അങ്ങനെ ഒരു ശുപാർശ പോയില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വിഷമം തോന്നും. അത് താങ്കൾക്കുണ്ടായില്ലേ? അതിനൊരു മറുപടിയേ ഉള്ളൂ. പെറ്റമ്മ നോക്കിയില്ലെങ്കിൽ പോറ്റമ്മ നോക്കും. ഇത് മറുനാടൻ മലയാളിയുടെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മറുനാടൻ മലയാളി, ഞാൻ ഉൾപ്പെടെയുള്ള മറുനാടൻ മലയാളികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മുടെ മറുനാടൻ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, താങ്കളുടെ ബയോഡേറ്റ കൊടുക്കാത്തത് കൊണ്ടാണ് ശുപാർശ പോവാത്തത് എന്ന് ഒരു മന്ത്രി തന്നെ പ്രതികരിച്ചിരുന്നു. ഇത്തരം ഒരു കാര്യത്തിന് ഒരു ബയോഡേറ്റ അവർ ആഗ്രഹിക്കുന്നത് ശരിയാണോ? എന്നെ കുരുക്കി അടക്കത്തുള്ളൂ അല്ലേ? ചോദിച്ചുകൊണ്ട് പറയാം. അതൊരു അധികാരത്തിലിരിക്കുന്ന ഒരാള് പറയേണ്ടുന്ന ഉത്തരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു വളരെ നിരുത്തരവാദപരമായ ഒരു ബാലിശ്യമായ ഒരു ആർഗ്യുമെന്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇത് ഞാൻ ബയോഡേറ്റ കൊടുത്തിട്ട് ഞാൻ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരാളുടെ ബയോഡേറ്റ കിട്ടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ബയോഡേറ്റ ഞാൻ കൊടുത്തിരുന്നു, എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ഓഫീസിൽ നിന്ന് അത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർഗ്യുമെന്റ് തെറ്റാണ്. ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഒരു മലയാളി അദ്ദേഹത്തിന് പത്മ അവാർഡിന് ശുപാർശ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ ബയോഡേറ്റ സമർപ്പിക്കണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് ശുപാർശ ചെയ്യാത്തതിനേക്കാൾ വലിയ അപമാനമായിട്ട് എടുക്കുന്നത് ശരിയല്ലേ? അത് ഒരു കേരള മനസ്സിന് അങ്ങനെ തോന്നുമെങ്കിൽ അത് കേരളീയർക്ക് തോന്നുന്ന പൊതുവായ ഒരു അഭിപ്രായമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക. മറിച്ചൊരു സന്ദേശം അതിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതായത് പത്മ അവാർഡ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ഒരു സമ്മർദ്ദം സർക്കാരിന്റെ മേലുണ്ടാവുകയും താങ്കളെ പോലെ സമ്മർദ്ദം ചെലുത്താത്ത ആളുകൾ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്ന് അത് താങ്കൾക്ക് തോന്നിയോ? അങ്ങനെ എനിക്ക് വിഷമമുണ്ടാക്കിയൊരു കാര്യം ഞാൻ പറയാം. ഗുസ്തി പോലെയുള്ള ഒരു ബോക്സിങ്, ഗുസ്തി നമ്മുടെ നാഷണൽ സ്പോർട്ടാണത്. അതിന് ഒളിമ്പിക്സ് കിട്ടിയ ഒരാൾക്ക് ഒരു ഇന്ത്യയുടെ ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യയിലെ നാഷണൽ സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അത് ഒളിമ്പിക്സ് ലെവലിൽ കൊണ്ടുപോയ ഒരാൾക്ക് ചോദിക്കേണ്ടുന്ന ഒരു ഗതികേട് നമ്മൾ വരുത്തി വയ്ക്കുന്നുണ്ടല്ലോ എന്ന ഒരവസ്ഥാവിശേഷത്തെപ്പറ്റി ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് വിഷമം തോന്നി. ആ ഒരു സിസ്റ്റത്തിന്റെ പാർട്ടാണല്ലോ ഞാനും എന്നെനിക്ക് തോന്നി, എന്നെനിക്ക് വിഷമമുണ്ടായി. ഈ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും വിഷമം താങ്കൾക്ക് തോന്നി? ഒരുപക്ഷെ താങ്കളുടെ ബാപ്പ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇന്നത്തെ ഭരണകൂടം നയിക്കുന്നത്. അവരിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതിന് വ്യക്തിപരമായി താങ്കൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയോ? എനിക്ക് പത്മ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ടെന്നുള്ള വിവരം എനിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ ഹോം മിനിസ്ട്രി വിളിച്ചറിയിക്കുകയുണ്ടായി. 25-ാം തീയതി ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ഹോം മിനിസ്റ്ററിനൊക്കെ ഫോൺ കിട്ടി. എനിക്ക് ആദ്യം പേടിയായി. ഇതെന്താ അപ്പോൾ ഹോം മിനിസ്റ്ററിനൊക്കെ എനിക്ക് ഫോൺ ചെയ്യുന്നത്? അവർ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, നല്ലൊരു വാർത്തയാണെന്ന് പറഞ്ഞു. എന്നിട്ട് 25-ാം തീയതി രാവിലെ ഒരു 9:30 മറ്റോ അവിടെ നിന്നൊരു സെക്രട്ടറി വിളിച്ചു എന്ന് പറഞ്ഞിങ്ങനെ പത്മ അവാർഡ് നിങ്ങളുടെ പേരിൽ ഇത് സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രസിഡന്റിൻ്റെ അവാർഡാണ് സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു യാതൊരു ബുദ്ധിമുട്ടും, വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളൊക്കെ പല സുഹൃത്തുക്കളും പറഞ്ഞ് ഞാൻ അറിയുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇന്ന് കേൾക്കുന്നു, നമുക്കറിയത്തില്ല, നമുക്കതിനകത്തൊന്നും പറയാനും പോകണ്ട. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരുപക്ഷെ ബാപ്പ ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ ബാപ്പയ്ക്ക് ഒരുപക്ഷെ വിഷമം തോന്നിയാണ് എന്ന് പറഞ്ഞു. ഇതേ ഉള്ളൂ എനിക്ക് ഈ ഒരു എൻറ്റയർ എപ്പിസോഡിൽ എനിക്ക് വിഷമമുണ്ടാക്കിയതായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. ഒരുപക്ഷെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബാപ്പയ്ക്ക് വിഷമം തോന്നിയാനെ എന്നുള്ള. സർക്കാർ തന്നെ താങ്കളെ ആദരിക്കാൻ ഒരു ചടങ്ങ് സംഘടിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിലും അത് സംഭവിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അതങ്ങനെ ഒരു നിയമസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് സർക്കാരിന് ഇതൊരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല. സർക്കാരില്ലേ, അവർക്ക് ഒരുപാട് പണിയില്ലേ. നമ്മുടെ ഓസ്കാർ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. നമ്മളൊരു സിനിമാക്കാരൻ, ഓസ്കാർ ഒരു വലിയ കാര്യമൊന്നുമല്ലല്ലോ അല്ലേ. പക്ഷെ ഒരു ജനകീയമായ ഒരു അവാർഡാണ്. കാര്യം പറയാൻ കാര്യം ബാഫ്റ്റ വന്നു, ബ്രിട്ടീഷ് അക്കാദമി അവാർഡ്, സിനിമ ഓഡിയോ സൊസൈറ്റിയുടെ അവാർഡ്. അതായത് 45 വർഷത്തിനുള്ളിൽ സിനിമ ഓഡിയോ സൊസൈറ്റി ഇൻസെപ്ഷൻ ആയ അന്ന് മുതൽ ആദ്യത്തെ ഏഷ്യക്കാരൻ. 560 മെമ്പേഴ്സാണ് ലോകത്തിൽ മൊത്തത്തിലുള്ളത്. അവിടെ ഒരു അമേരിക്കൻ സൊസൈറ്റി ഒരു മെമ്പറാക്കി എന്നെ ആദരിക്കുന്ന ഒരിത്. 65 വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഏഷ്യക്കാരൻ. 80 വർഷത്തെ ഓസ്കറിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഏഷ്യക്കാരൻ.
അപ്പോൾ ഇത് ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ നോക്കുമ്പോൾ ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ്. പക്ഷെ ഒരു സർക്കാരിൻ്റെ നിലയിൽ നോക്കുമ്പോൾ അത് ഒരു ഗ്ലാമറസ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്തോ ചില കാര്യങ്ങൾ എന്നുള്ള ഒഴിച്ച്. പക്ഷേ ഈ ആദ്യത്തെ 2 അവാർഡ് വരുന്ന സമയങ്ങളിലും ഞാൻ സ്വയം വിളിച്ചിട്ട് പത്രക്കാരെയും പിന്നെ മറ്റ് അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ, ചലച്ചിത്ര അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയും ഞാൻ തന്നെ പ്രസ് നോട്ട് എഴുതി കൊടുത്തിട്ട് ഇതുവരെ ഒന്ന് അറിയിക്കണം. അത് ഒരു അക്കാഡമിയിൽ നിന്നൊരു ഒരു പത്രക്കുറിപ്പായിട്ട് പോകും, അതിനൊരു വാല്യൂ ഉണ്ടാവും, ജനങ്ങളറിയണം. ഇത് ഏറ്റവും വലിയ നേട്ടമാണ് കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ട്രെയിൻഡ് ആയിട്ടൊരു മാൻ പവർ വരാനുള്ള ഒരു പുഷും കൂടെയാണ്. എന്നിട്ടാരും ചെയ്തില്ല. പക്ഷെ ഓസ്കർ വന്നപ്പോഴാണ് ഇത് ജനങ്ങളെല്ലാം കൂടെ എൻ്റെ പിന്നാലെ കൂടിയത്. അപ്പോൾ ജനകീയമായ ഒരു സംഭവം പിന്നെ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, നോക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥ. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന് ജീർണതയാണ്, മൂല്യത്തിലുള്ള ഒരു ജീർണതയാണ്. എന്തും ഗ്ലാമറസ് ആയിട്ടുള്ള വളരെ ജനകീയമായിട്ടുള്ള സംഭവങ്ങൾ വന്നെങ്കിലേ കഴിവുകളെ കാണുകയുള്ളൂ, അവയെ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു വളരെ അത് നമ്മുടെ ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ വളരെ മികവ് പുലർത്തുന്ന പല ആളുകൾക്കും ഈ പറയുന്ന ജനകീയ അംഗീകാരങ്ങൾ കിട്ടാത്തതുകൊണ്ട് വിസ്മരിക്കപ്പെടുന്നത് താങ്കളുടെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സമൂഹത്തിന് മൊത്തത്തിലുണ്ടായ ജീർണതയുടെ ഭാഗമാണ്. അത് ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനപ്രിയം എന്ന് പറയുന്ന ഈ ഓസ്കാർ അവാർഡ് ഉണ്ടല്ലോ, അത് മലയാളിയായ റസൂൽ പൂക്കുട്ടിക്ക് കിട്ടി എന്നതിനപ്പുറത്ത് ഇത് കേരളത്തിനോ ഇന്ത്യക്കോ കിട്ടിയ ഒരു ബഹുമതി അല്ല എന്നൊരു വാദമുണ്ട്. അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇത് ഏഷ്യക്ക് മൊത്തത്തിൽ കിട്ടിയൊരു ബഹുമതിയാണ്. ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് സമയം എന്ന് പറഞ്ഞാൽ ഈ ഓസ്കർ കിട്ടിയതിന് ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുകയുണ്ടായി, ആയിരക്കണക്കിന് ഫോൺ കോൾ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ലണ്ടനിലെ മേക്കപ്പ് പഠിച്ചിട്ടുള്ള ആളാണ്, ഞാൻ കുറേ നാൾ ബോംബെയിൽ വർക്ക് ചെയ്തു, എനിക്ക് ഇൻഡസ്ട്രിയുടെ രീതികൾ പിടിക്കുന്നില്ല. പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. യു ആർ മൈ ഇൻസ്പിറേഷൻ. I want to stay here, work here. I want to prove to the world that we are not bad. എന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് അങ്ങനെ അതേ ഫീലിംഗ് ഉള്ള എത്രയോ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പണിയെടുക്കുന്ന എത്രയോ ടെക്നിക്കൽ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കിട്ടിയ ഒരു വലിയ ബൂസ്റ്റായിട്ടാണ്, ഒരു പുതിയൊരു എനർജി ആയിട്ടാണ് ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് കാണുന്നത്. ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ മീറ്റിംഗിൽ ഞാൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട്.